السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീന്റെ 15ാമത് ക്ലാസ്സിലേക്ക് ഇന്ന് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന് ഏറെ സ്തുതികൾ അർപ്പിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹവും ജീവിതത്തിൽ അവരുടെ സാലിഹായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനുള്ള സാധ്യതകളും അല്ലാഹു പ്രദാനം ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാധാനവും ശാന്തതയും സ്വസ്ഥതയും നിറഞ്ഞ ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു ഈ ലോകത്തും പരലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നും ദുആ ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, 38ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്. 33ാമത്തെ ആയത്ത് മുതൽ വആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗങ്ങളാണ് വിശദീകരിച്ചു പോരുന്നത്. ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു, ഭൂമിയിലെ കൃഷികളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് 3 തവണയാണ് വആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് പ്രതിപാദിക്കുന്നത്. അതിൽ 2ാമത് ഭാഗം ആകാശ ലോകങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് കഴിഞ്ഞ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. അതിന്റെ 3ാമത് ഭാഗം കടന്നു വരുമ്പോൾ ഇനി നമുക്ക് കാണുവാനുള്ളത് സമുദ്രത്തെ സംബന്ധിച്ചാണ്, കടലിനെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നും അത്ഭുതകരമായ ഒരു വിഷയമായിട്ട് ഖുർആനിന്റെ അമാനുഷികതയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്കിത് വിശദീകരിക്കുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ 37ാമത്തെ ആയത്തിൽ രാത്രിയും പകലും സംഭവിക്കുന്നത് ഒരു പ്രത്യേകമായ രൂപത്തിലാണ്. നസ്ലഹു മിൻഹു നഹാറ, രാത്രിയിൽ നിന്നും പകലിനെ ഊരിയെടുക്കുന്ന ആ ഒരു സുഖകരമായ സംവിധാനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والشمس تجري لمستقر لها, സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. തജ്രി സഞ്ചരിക്കുന്നു, മുസ്തഖറുൻ സ്ഥിരമായുള്ള ഒരു സ്ഥാനം. ദാലിക അത് തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപിയും സർവജ്ഞനുമായ അല്ലാഹുവിന്റെ ഒരു കണക്കാണ്. തഖ്ദീറുൻ അവന്റെ ഖദറാണ്. അൽ അസീസ് അൽ അലീമായ അള്ളാഹുവിന്റെ, പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ ഒരു കണക്കനുസരിച്ചാണ് സൂര്യന്റെ ഈ സഞ്ചാരം അതൊരു നിശ്ചിത സ്ഥാനത്തേക്ക് അത് ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്.
വാക്കുകളുടെ അർത്ഥം. ശംസ് സൂര്യൻ, ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ സൂറത്ത് ശംസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ അൽ ഖമറും ചന്ദ്രൻ എന്ന ഒരു അധ്യായവും പരിശുദ്ധ ഖുർആനിലുണ്ട്. മുസ്തഖർ, ലി മുസ്തഖർ, സങ്കേതത്തിലേക്ക്, ഒരു പ്രത്യേകമായ കേന്ദ്രത്തിലേക്ക്. മുസ്തഖറുൻ, ഇസ്തഖറ, ഒരു സങ്കേതത്തിലായി. തഖ്ദീറുൻ, വ്യവസ്ഥ അനുസരിച്ചാണ്, ഒരു പ്രത്യേകമായ അള്ളാഹുവിന്റെ കണക്ക് വ്യവസ്ഥ അനുസരിച്ചാണ്. അൽ അസീസ്, പ്രതാപശാലിയായ അള്ളാഹു. അൽ അലീം, എല്ലാം അറിയുന്നവനായ അള്ളാഹു. തജ്രി, ഈ ആയത്തിൽ ഒരൊറ്റ ക്രിയ മാത്രമാണുള്ളത്, അത് ആ ഫിഅലിനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് അർത്ഥം പറയുന്ന തജ്രി എന്നാണ്. തജ്രി, തജ്രി, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലഹ, അതിന്റെ, ദാലിക, അത്. ഇത്രയാണ് ആയത്തിലുള്ള വാക്കുകൾ. അതിലൊന്നും മുസ്തഖറുൻ, അതാണ് ഒരു പുതിയ പദം തോന്നുന്നു, സങ്കേതം. അതേപോലെ തജ്രി, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശരി. ശംസു, സൂര്യൻ. നേരത്തെ ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു, ഭൂമിയിലെ കൃഷികളെ സംബന്ധിച്ച് ഒക്കെ പറഞ്ഞു. നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചു. ഇവിടെ വാനലോകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അവിടെ രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെ എടുത്തു പറഞ്ഞു. ഇനി അവിടെയല്ല മനുഷ്യന്റെ ഏറ്റവും, മനുഷ്യനെ ഒഴിച്ചുകൂടാനാവാത്ത അവന്റെ സൗരയുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗരയുദ്ധത്തെ സൂര്യനാണ് കേന്ദ്രീകരിക്കുന്നത്. ആ സൂര്യനെ സംബന്ധിച്ചാണ് ഇവിടെ എടുത്തു പറയാൻ പോകുന്നത്. ഇടത്തരം നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് സൂര്യൻ. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് ഏകദേശം 150 മില്യൺ കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കത്തിജ്വലിക്കുന്ന ഈ വാതക ഗ്രഹത്തിന് 1,42,000 ട്രില്യൺ ചതുരശ്ര കിലോമീറ്റർ വലുപ്പമാണുള്ളത്. ഭൂമിയേക്കാൾ 28 ഇരട്ടി ആകർഷണ ശക്തിയും ഈ സൂര്യനുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നതിന് 365 ദിവസമാണ് സാധാരണ കണക്കാക്കപ്പെടുന്നത്. ഈ കറക്കത്തിനിടയിലെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ വ്യതിയാനമാണ് ഋതുഭേദങ്ങൾക്ക്, കാലാവസ്ഥകൾ മാറി മാറി വരുന്നതിന് ഈ കറക്കത്തിനിടയിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ആ ചെരിവും അതുമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇവിടെ കാലാവസ്ഥകളൊക്കെ മാറി മാറി വരുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പൊതുവെ സൂര്യനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ ഖുർആനിൽ ശംസ് എന്നാണ് പറയാ. വിളക്ക് എന്നർത്ഥം വരുന്ന സിറാജും ഉപയോഗിച്ചിട്ടുണ്ട്. ആളിക്കത്തൽ എന്നർത്ഥം വരുന്ന വഹാജ് എന്ന പദവും സൂര്യന് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകാശിക്കൽ എന്നർത്ഥം വരുന്ന ലിയാ എന്ന പദവും ഖുർആൻ സൂര്യനെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം 4 വാക്കുകളാണ് സൂര്യന് ഖുർആൻ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സൂറത്ത് അശംസ് എന്നാണ്. 36 തവണയോ 33 തവണയോ 36 തവണയാണെന്ന് തോന്നുന്നു ഖുർആൻ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഖമർ എന്നത് 27 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഖമർ 27 തവണ ഉപയോഗിച്ചതിലെ ചില അത്ഭുതങ്ങൾ ഇനിയുള്ള വിശദീകരണങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കത്തിയാളുന്ന ആന്തരിക തലങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഈ 3 വിശേഷണങ്ങളും, ശംസിന് സിറാജ് എന്ന് പറഞ്ഞത്, വിളക്ക് എന്ന് ഉപയോഗിച്ചത്, അതിനാളിക്കത്തുന്നത് വഹാജ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശിക്കുന്നത് ലിയാ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ പ്രകാശിക്കൽ എന്ന അർത്ഥത്തിൽ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ 3 വിശേഷണങ്ങളും സൂര്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് എന്ന് നമുക്ക് വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച, നമ്മൾ പഠിച്ചതാണ് നമ്മുടെ സ്കൂൾ പാഠങ്ങളിലും ഒക്കെ തന്നെ. ഒരു ചോദ്യം, അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ, നിങ്ങൾക്ക് മുകളിൽ 7 ആകാശങ്ങളെ ഒന്നിനുമേൽ ഒന്നായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ, ചന്ദ്രനെ അതിലൊരു വെളിച്ചമാക്കിയിരിക്കുന്നു. വജഅല ശംസ സിറാജൻ, സൂര്യനെ ഒരു വിളക്കാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്.
അപ്പൊ ചന്ദ്രൻ എന്നുള്ളത് ഖമർ എന്നുള്ളത് വെളിച്ചമാണ്, ഷംസ് എന്നത് വിളക്കാണെന്നും വിളക്കുകൾക്ക് കിട്ടുന്ന വെളിച്ചമാണ് ചന്ദ്രന്റേത് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഇന്ധനം ഉപയോഗിച്ച് കത്തിജ്വലിച്ച് വെളിച്ചം തരുന്ന വസ്തുക്കൾക്കാണല്ലോ നമ്മൾ വിളക്ക് എന്ന് പറയാറുള്ളത്. സൂര്യനിലെ ഹൈഡ്രജൻ ജ്വലിച്ചാണ്, കത്തിയാണ് അത് ചൂടും വെളിച്ചവും പുറത്തുവിടുന്നത്. അപ്പൊ സിറാജും എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കൃത്യമാണ്. സൂര്യനിൽ 90% ഹൈഡ്രജനും 8% ഹീലിയവുമാണുള്ളത്. നമുക്കറിയാം ആ വിഷയങ്ങൾ. സൂര്യനിലെ കഠിനമായ സമ്മർദ്ദവും താപവും കാരണമായി ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഹീലിയം വാതകത്തിന്റെ ഒരു ആറ്റമായി പരിണമിക്കുകയാണ്. ഈ പ്രക്രിയയിലൂടെയാണ് സൂര്യൻ ഊർജത്തിന്റെ പ്രകാശത്തിന്റെ സ്രോതസ്സായി മാറുന്നത്. ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സൂര്യനിലാണെന്ന് നമുക്കറിയാം. സൂര്യനാണ് നമ്മുടെ ഊർജത്തിന്റെ യഥാർത്ഥത്തിൽ ഉറവിടം എന്ന് പറയുന്നത്. സൂര്യന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ ഒരു ചെറിയ അംശമെങ്ങാനും ഭൂമിയിലേക്ക് എത്തിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 10,000-കണക്കിന് വർഷത്തേക്ക് മനുഷ്യന് വൈദ്യുതിക്ക് എവിടെയും തേടി പോകേണ്ടി വരില്ലായിരുന്നു എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ചന്ദ്രൻ ഇത്തരത്തിൽ ജ്വലിക്കുന്ന ഒന്നല്ല. അത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഖമറിനെ, ചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നൂറൻ എന്നാണ് സൂചിപ്പിച്ചത് എന്നത് വളരെയേറെ അർത്ഥവത്തായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. തജ്രി, സൂര്യൻ തജ്രി, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രാചീന കാലത്ത് ജനങ്ങൾ സാധാരണ അവരുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നത്. പിന്നീട് അതിന് മാറ്റങ്ങൾ വന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് അവന് വെളിച്ചം നൽകുന്ന അവസ്ഥകളുണ്ടായി. BC 2-ാം നൂറ്റാണ്ടിൽ ടോളമിയുടെ പ്രഖ്യാപനമനുസരിച്ച് ഭൂമി കേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ചത്തെയായിരുന്നു പരിചയപ്പെടുത്തിയത്. 1512-ൽ നിക്കോളാസ് കോപ്പർനിക്കസ് സൂര്യ കേന്ദ്രീകൃത പ്രപഞ്ചത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുകയുണ്ടായി. അഥവാ സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നു എന്ന രൂപത്തിലായിരുന്നു 1512-ൽ നിക്കോളാസിന്റെ പഠനങ്ങളിൽ ഉണ്ടായിരുന്നത്. 1609-ൽ ജോഹന്നാസ് കെപ്ലർ ആണ് ആസ്ട്രോണോമിയ നോവ എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് അതിൽ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും വൃത്താകൃതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാത്രമല്ല അവ സ്വയം അച്ചുതണ്ടിൽ അവയുടേതായ അച്ചുതണ്ടിൽ കറങ്ങുകയും ചെയ്യുന്നു എന്ന സിദ്ധാന്തത്തിലേക്ക് വന്നത് എന്നൊക്കെ ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഖുർആൻ കൃത്യമായി പറഞ്ഞു, തജ്രി, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള സഞ്ചാരമാണ് സൂര്യനുള്ളത് എന്ന് നമുക്കറിയാം. പിന്നീട് മനുഷ്യന്റെ ഈ ആദ്യകാലത്തുള്ള പ്രാചീന കാലഘട്ടത്തിലുള്ള അത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്ക് പിന്നാലെ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി സ്ഥാപിതമായ സിദ്ധാന്തമനുസരിച്ച് സൂര്യൻ സ്വസ്ഥാനത്ത് തന്നെ നിൽക്കുകയും സൗരയൂഥം അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് എന്ന സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അതിനുശേഷമുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് സൂര്യൻ മാത്രമല്ല, നിശ്ചലങ്ങൾ എന്ന് കരുതപ്പെടുന്ന മുഴുവൻ താരങ്ങളും, ഫിക്സ്ഡ് സ്റ്റാർസ്, ഒരു ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ലോകം എത്തിപ്പെട്ടത്. ആധുനിക ഗോളശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത് സൂര്യൻ മുഴുവൻ സൗരയൂഥത്തോടൊപ്പം സെക്കൻഡിൽ 20 കിലോമീറ്റർ, ഏകദേശം 12 മൈൽ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. ഖുർആനിൽ കാണാം ചില ആയത്തുകൾ, വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ. ഇതേ രൂപത്തിൽ തന്നെ ഈ പറഞ്ഞ വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, വിധേയമാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റാവുന്ന വിധത്തിൽ ഇവയെ സംവിധാനിച്ചിരിക്കുന്നു. കുല്ലും യജ്രി, എല്ലാം തന്നെ സഞ്ചരിക്കുന്നു, ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലി അജലിൻ മുസമ്മ, ഒരു പ്രത്യേകമായ ഒരു അവധി വരേക്കും.
എന്ന് ഈ വാക്ക് സൂറത്ത് റഅദിലും സൂറത്ത് ലുഖ്മാനിലും സൂറത്ത് ഫാത്തിറിലും സൂറത്ത് സുമറിലുമൊക്കെ 4 പ്രാവശ്യം ഒരേ വിധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആയത്താണ്. എല്ലാം തന്നെ സഞ്ചരിക്കുന്ന കുല്ലു യജ്രി, എല്ലാം തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ വിജ്ഞാനം എക്കാലത്തും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളതല്ലോ. പഴയകാലത്തുള്ള ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ പുതിയ വിജ്ഞാനങ്ങൾ നേടിയിരിക്കുകയാണ്, പുതിയ ചിന്തകളിലേക്ക്, പഠനങ്ങളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഇന്ന് മനുഷ്യര് മനസ്സിലാക്കുന്ന ഏതൊരു നിഗമനവും മറ്റൊന്നായി മാറാൻ എപ്പോഴും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ കാര്യങ്ങളിലൊന്നും വളരെ സത്യസന്ധമായ ഒരു നിലക്കും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനമായി നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സൂര്യനും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ശംസു തജ്രി. സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സ്വയം സഞ്ചാരമുണ്ട്, ഭ്രമണമുണ്ട്. അത് മറ്റൊന്നിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്, അത് പരിക്രമണം എന്ന് പറയാം. മറ്റു ഗ്രഹങ്ങളുടെ അതേ രൂപത്തിൽ അങ്ങനെ തന്നെയാണ് ഇതിന്റെ സഞ്ചാരം എന്ന് പറയേണ്ടതില്ല. ഒരു സെക്കൻഡിൽ 220 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. മിൽക്കി വേക്ക് ചുറ്റും സൂര്യൻ 220 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സൂര്യന് ഒരു റൗണ്ട് സഞ്ചാരം പൂർത്തിയാക്കാൻ 250 മില്യൺ വർഷങ്ങൾ വേണ്ടി വരും. അങ്ങനെ വരുമ്പോ സൂര്യൻ അതിന്റെ ആയുസ്സിനിടയിൽ 18 പ്രാവശ്യമോ അല്ലെങ്കിൽ 20 പ്രാവശ്യമോ ഒക്കെ മാത്രമാണ് ഇങ്ങനെ സഞ്ചരിച്ചിരിക്കുന്നത്. ഇങ്ങനെ അവയുടെ ആ റൗണ്ട് സഞ്ചാരം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. ഇനി നോക്കൂ, ആരോ ചെയ്തൊരു വീഡിയോ, സൂര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്നൊന്ന് നമുക്ക് ആലോചിച്ചു നോക്കിക്കൂടെ? എന്തിനാണ് ഖുർആൻ ഇവിടെ ഇത്ര കൃത്യമായിട്ട് ആയത്തുല്ലഹും അവർക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. സൂര്യനിൽ ഇനിയും വർഷങ്ങളോളം കത്തിജ്വലിക്കാനുള്ള ഊർജം അവശേഷിക്കുന്നുണ്ടെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഒരു കൗതുകത്തിന് സൂര്യന്റെ ആയുസ് നാളെ അവസാനിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലും സമുദ്രത്തിലും വസിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ജനനം, ജീവിതം, മരണം ഈ പ്രതിഭാസങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ജീവജാലങ്ങളുടെയും ആയുർദൈർഘ്യം ശാസ്ത്രലോകം കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ മുതൽ 1500-ലധികം വർഷങ്ങൾ വരെ ആയുർദൈർഘ്യം കണക്കാക്കിയ ജീവികൾ ഈ ഭൂമുഖത്തും സമുദ്രത്തിലുമൊക്കെ വസിക്കുന്നു. പലരും നക്ഷത്രങ്ങളെ അനശ്വരതയുടെ പര്യായമായി കാണുന്നു. എന്നാൽ നക്ഷത്രങ്ങൾക്കും ജനനം, ജീവിത സമയം അഥവാ ആയുർദൈർഘ്യം, മരണം എന്നിവ ശാസ്ത്രജ്ഞർ പ്രവചിച്ചിട്ടുണ്ട്. വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളുടെ രാജാവായ സൂര്യന്റെ ആയുർദൈർഘ്യത്തെക്കുറിച്ചാണ്. സൂര്യനാണ് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഊർജവും ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കുന്നത്. സസ്യങ്ങൾ സൗരോർജം സ്വീകരിച്ച് അതിനെ രാസോർജമാക്കി മാറ്റുകയാണ്. സൂര്യൻ അപ്രത്യക്ഷമായാൽ ഈ പ്രക്രിയ തടസ്സപ്പെടും. സസ്യലോകത്ത് നടക്കുന്ന മുകളിൽ പറഞ്ഞ പ്രക്രിയ അഥവാ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടക്കാതിരിക്കുമ്പോൾ ചെറു സസ്യങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി തുടങ്ങും. സാവധാന ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്ന വലിയ വൃക്ഷങ്ങൾ സ്ലോ മെറ്റബോളിസം കാരണം വളരെയധികം വർഷങ്ങളോളം ജീവനോടെ നിൽക്കും. സസ്യങ്ങൾ ഇല്ലാതാകുന്നതോടെ ഇതിനെ ആശ്രയിക്കുന്ന മൃഗങ്ങളെയും ഇത് ബാധിച്ചു തുടങ്ങും. സസ്യങ്ങൾ ജീവജാലങ്ങൾക്ക് നൽകുന്ന ഓക്സിജൻ വിതരണം ഇതോടെ നിൽക്കും. എന്നാൽ 1000 വർഷം എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഇപ്പോൾ തന്നെ ഭൂമിയിൽ സംഭരിച്ചിട്ടുണ്ട്. ഓക്സിജൻ ഉൽപാദനം നിലച്ചാലും അത് അത്ര പെട്ടെന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കില്ല. എന്നാൽ ഭൂമിയുടെ താപനില പെട്ടെന്ന് താഴ്ന്നു. ആദ്യത്തെ ആഴ്ച തന്നെ താപനില 0 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. ഒരു വർഷമാകുമ്പോഴേക്കും താപനില താഴ്ന്നു വന്ന് -150 ഡിഗ്രി എത്തും. പിന്നീട് ഭൗമോപരിതലത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാണ്. താപനില -400 ഡിഗ്രി വരെ താഴ്ന്നു.
സമുദ്രോപരിതലം ഒരു സ്കേറ്റിംഗ് മുറിവുമാണ് തണുത്തുനിൽക്കും. ഭൂമിയുടെ കോറിൽ നിന്നുള്ള ചൂട് കാരണം ഭൂമിക്കടിയിൽ താപനില ഉയർന്നു തന്നെ നിലനിൽക്കുകയും സമുദ്രജലം ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യും. സമുദ്രാടിത്തട്ടിൽ അഥവാ മരിയാന ട്രഞ്ച് പോലെയുള്ള പ്രദേശത്തെ ജീവജാലങ്ങളെ സൂര്യന്റെ തിരോധാനം ഒരു തരത്തിലും ബാധിക്കുന്നു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റിന്റെ സമയദൈർഘ്യം ആവശ്യമാണ്. ഈ 8 മിനിറ്റ് നേരം ഭൂമിക്ക് യാതൊരു മാറ്റവും സംഭവിക്കില്ല. 8 മിനിറ്റ് സമയം അത്രയും ഭൂമി പഴയതുപോലെ സൂര്യനെ അച്ചുതണ്ടിൽ വലയം ചെയ്യും. അതിനുശേഷം മാത്രമേ താൻ വലയം വെക്കുന്ന സൂര്യ തേജസ് തലസ്ഥാനത്ത് ഇല്ലെന്ന സത്യം ഭൂമി മനസ്സിലാക്കുകയുള്ളൂ. പിന്നീട് ഭൂമി ബഹിരാകാശത്തു കൂടി 30 കിലോമീറ്റർ സ്പീഡിൽ നേർദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ഇത് മറ്റുള്ള ഗ്രഹങ്ങളിൽ കൂട്ടിയിടിക്കാനോ ബ്ലാക്ക് സ്പോട്ടിൽ എത്തിപ്പെടാനോ ഉള്ള അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കും. ഇനി അത്തരം അപകടങ്ങളെ അതിജീവിച്ചാൽ സൂര്യനില്ലാത്ത മറ്റൊരു നക്ഷത്രത്തെ കണ്ടുമുട്ടുന്നതിന് ഏകദേശം 43,000 വർഷം നേർദിശയിൽ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സൂര്യനില്ലാത്തൊരവസ്ഥ ലോകത്തുണ്ടായാൽ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇരശംസ് കുവ്വിറത്ത് എന്ന് പറയില്ലേ, സൂര്യൻ നന്നായിട്ട് ചുരുട്ടപ്പെടുന്ന ഒരു നാള് എന്ന് സൂചിപ്പിച്ചല്ലോ. സൂര്യൻ കെട്ടുപോകുന്ന ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞില്ലേ, ഖുർആൻ സൂചിപ്പിച്ചില്ലേ. അത്തരമൊരു ദിവസം പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ദിവസത്തിലേക്കുള്ള ഒരു മുസ്തഖറിലാണ്, അതിലേക്കുള്ള ആ ഒരു മുസ്തഖറിലേക്കുള്ള യാത്രയിലാണ് മനുഷ്യരുള്ളത് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ. സൂര്യൻ അവസാനമായി ചെന്നു നിൽക്കുന്ന സ്ഥലമോ സമയമോ ആണ് ഈ മുസ്തഖർ എന്ന് പറയുന്നത്. തജ്രീലു മുസ്തഖറിൻ ലഹ, സൂര്യൻ സഞ്ചരിക്കുന്നു. എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചത് ലി മുസ്തഖറിൻ ലഹ, അതിൻ്റെതായ ഒരു സങ്കേതമുണ്ട്, ആ സങ്കേതത്തിലേക്കുള്ള യാത്രയാ. അത് ഏതായിരിക്കാം ആ സങ്കേതം? സൂര്യൻ അവസാനമായി ചെന്നു നിൽക്കുന്ന സ്ഥലമോ സമയമോ ആകാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു ഖാല കുൻതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി ഇൻദ ഖുറൂബി ശംസ്. ഒരിക്കൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ ഇരിക്കുക. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, യാ അബൂദർറേ അതദ്രി ഐന തഗ്റബു ശംസ്, സൂര്യൻ എവിടെയാണ് ഈ അസ്തമിക്കുന്നത്, എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നറിയോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം, എനിക്കറിയില്ല, പ്രവാചകരെ പറഞ്ഞു തരൂ. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശ് ഫദാലിക ഖൗലുഹു വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ആ സൂര്യൻ അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യാൻ പോവുകയാ. പടച്ചവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പടച്ചവന്റെ പ്രത്യേകമായ ഒരു കൽപ്പനക്ക് ഉത്തരം ചെയ്യുന്നതിന് വേണ്ടി അവസാനമായി അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അതിൻ്റെതായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് യാസീനിലെ ഈ 38-ാമത്തെ വചനം ഇവിടെ ഓതിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരായത്തിൽ ഖുർആൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, വസഖറ ലക്കും അശ്-ശംസ വൽ ഖമറ ദാഇബൈൻ എന്നാണ്. സൂര്യനും ചന്ദ്രനും സ്ഥിരമായി ചലിക്കുന്നതായി, സ്ഥിരമായി സഞ്ചരിക്കുന്നതായിട്ട് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അതിന്റെ ആ ചലനം ഏതെങ്കിലും സമയത്ത്, അതിന്റെ സഞ്ചാരം, അതിന്റെ പ്രവർത്തനം, നിങ്ങൾക്ക് നൽകേണ്ട വെളിച്ചവും ചൂടുമൊന്നും ഏതെങ്കിലും ദിവസം അവയൊന്നും തന്നെ നിർത്തിക്കളയുന്നില്ല. ഐ ലാ യഫ്തുറാനി വലാ യഖിഫാനി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെ അത് നിന്നുപോവില്ല. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അവയോട് കൽപ്പിച്ച ആ കാര്യങ്ങളിൽ അവർ വരുത്തുകയില്ല. കൃത്യമായി എവിടെയാണോ സഞ്ചരിക്കാൻ ആവശ്യപ്പെട്ടത് ആ സഞ്ചാര പദത്തിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുമെന്ന ആയത്തിന്റെ അവസാന ഭാഗം തഖ്ദീറുൽ അസീസുൽ അലീം. ഈ കാര്യമുണ്ടല്ലോ, അൽ അസീസ് അൽ അലീമായ പ്രതാപശാലിയും സർവജ്ഞനുമായ രക്ഷിതാവിന്റെ പ്രത്യേകമായ ചില തഖ്ദീറാണ്, അവന്റെ ചില കണക്കുകളാണ്, നിർണയങ്ങളാണ്, വ്യവസ്ഥകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അൽ അസീസായ അന്നഹു തആല അൽ അസീസ് അല്ലദീ ലാ തഅലിബു അൽ ഖവാനീൻ,
ഏതെങ്കിലും നിയമങ്ങളോ നിശ്ചയങ്ങളോ ഒന്നും ഒരിക്കലും ബാധിക്കാത്ത പടച്ചവന്റെ നിയമമാണ്, പ്രതാപശാലിയായ അള്ളാഹുവിന്റെ നിയമമാണ്. ഇത് മനുഷ്യന്റെ കൈകടത്തലുകൾക്കൊന്നും ഒരു നിലക്കും പ്രവേശനമില്ലാത്ത പടച്ചവന്റെ തഖ്ദീറനുസരിച്ച് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ രാവും പകലും, അതേപോലെ സൂര്യന്റെയും സൂര്യചന്ദ്രന്മാരുടെ ചലനവും അവയുടെ മറ്റെല്ലാ കാര്യങ്ങളും എന്ന് പഠിപ്പിക്കുക. മറ്റൊരായത്തിൽ സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാം, താലിഖുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ പിളർത്തിയവനാണ് പടച്ച റബ്ബ്. വജഅലൽ ലൈല സകനാ, രാത്രി അവൻ ശാന്തമായ വിശ്രമവേളയാക്കിയിരിക്കുന്നു. വശംസ വൽ ഖമറ ഹുസ്ബാനൻ, സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൾക്ക് അടിസ്ഥാനമാക്കുകയും ചെയ്തിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അവിടെയും അങ്ങനെ തന്നെയാണ് അവസാനിപ്പിച്ചത്. പ്രതാപശാലിയായ സർവജ്ഞനായ റബ്ബിന്റെ കണക്രമീകരണമാണ്, അവന്റെ വ്യവസ്ഥയാണ്, അവന്റെ സംവിധാനമാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നിടത്ത് അവിടെ ഹുസ്ബാനൻ എന്നാണ് സൂചിപ്പിച്ചത്. വേറെ ഭാഗത്ത് നമ്മൾ കേൾക്കണം, സൂറത്ത് റഹ്മാനിൽ നമ്മൾ പഠിച്ചാലോ, വശംസു വൽ ഖമർ ബിഹുസ്ബാൻ, ഒരു ഹുസ്ബാൻ അനുസരിച്ചാണ് സൂര്യനും ചന്ദ്രനും ഉള്ളത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കണ്ടത് ഹുസ്ബാനൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബി ഹുസ്ബാനിൻ എന്ന് പറഞ്ഞിടത്തും ബി പറയാതെ ഹുസ്ബാൻ എന്ന് പറഞ്ഞതിന്റെയും അർത്ഥം എന്താണെന്ന് വ്യത്യാസമുണ്ട് അവിടെ. ഒന്ന്, അശംസു വൽ ഖമർ ഹുസ്ബാനൻ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഹുസ്ബാനാണ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് സമൻ മനസ്സിലാക്കാൻ, കാലം മനസ്സിലാക്കാനുള്ള കണക്കുകളാണ്. ഹിസാബ്, നിങ്ങൾക്ക് വർഷങ്ങൾ കണക്കാക്കാനുള്ള സംവിധാനമായിക്കൊണ്ടാണ് ഈ സൂര്യചന്ദ്രന്മാരെ അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നത് എന്ന് പഠിപ്പിച്ചിരിക്കും. അപ്പൊ സൂര്യനും ചന്ദ്രനും ഒക്കെ ഹുസ്ബാനിൽ എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി? അത് മുഖേന നമുക്ക് കണക്ക്, നമുക്ക് കാലം തിരിച്ചറിയാൻ സാധിക്കുന്നു, മാസം മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദിവസം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുള്ള ഒരു സംവിധാനമാണ് ഹുസ്ബാനൻ എന്ന് പറഞ്ഞ്. രണ്ടാമത്തത് സൂറത്തുൽ ഖമറിൽ പറഞ്ഞിരിക്കുന്നത് വശംസു വൽ ഖമറു ബിഹുസ്ബാനിൻ എന്ന് പറഞ്ഞത്, സൂര്യനും ചന്ദ്രനും ഒരു ഹുസ്ബാൻ അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കനുസരിച്ചാണ്. യജ്രിയാനി ബിഹിസാബിൻ ദഖീഖിൻ മുഖററിൻ മഅലൂമിൻ മിനൽ ഹഖ് സുബ്ഹാനഹു വ തആല എന്ന പടച്ച റബ്ബിൽ നിന്നുള്ള വളരെ കൃത്യമായ, വ്യക്തമായ, സൂക്ഷ്മമായ ഒരു കണക്കനുസരിച്ചാണ് അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു പ്രത്യേക കണക്കനുസരിച്ച്, തോതനുസരിച്ച്, നിർണയമനുസരിച്ച്, ക്രമീകരണം അനുസരിച്ചാണ് സൂര്യചന്ദ്രന്മാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്തിന്റെ അർത്ഥം? ബി ഹുസ്ബാനിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നേരത്തെ പറഞ്ഞ ഹുസ്ബാനൻ എന്ന് പറഞ്ഞാലോ സൂര്യനും ചന്ദ്രനും ഒക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കണക്കാക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആയത്ത് അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് 39-ാമത്തെ ആയത്തിലേക്ക് പോകുന്നു. വൽഖമറ ഖദ്ദർനാഹു മനാസിൽ ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. والقمر قدرناه منازل حتى عاد كالأرجون القديم. ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ചില വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയുന്നില്ല, ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. മനാസിൽ ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, അങ്ങനെ അത് പഴയ ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു. അത് അർജൂൻ എന്നതിനാണ് ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് എന്ന് പറയുന്നത്. അൽ ഖദീം എന്ന് പറഞ്ഞാൽ പഴയത്, പുതിയതല്ല, പഴയത്. ഇന്നലെ ഒന്നുണ്ടായിരുന്നു, ഇന്ന് പുതിയതെന്ന് കിട്ടുമ്പോൾ ഇന്നലത്തത് പഴയതായി. അല്ലാതെ ഒരുപാട് കാലപ്പഴക്കം എന്നൊന്നും അതിന് അൽ ഖദീം എന്നതിന് അർത്ഥമില്ല. അതൊരു പഴയ ഉർജൂന് പോലെ ആയിത്തീരുന്ന ഒരവസ്ഥ ചന്ദ്രന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് മനാസിൽ നിശ്ചയിച്ചിരിക്കുന്നു, വൃദ്ധിക്ഷയങ്ങൾ, ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന വാക്കുകളുടെ അർത്ഥം അൽ ഖമർ ചന്ദ്രൻ, വൽ ഖമർ ചന്ദ്രനും. മനാസില ചില മണ്ഡലങ്ങളുണ്ട്, ചില ഘട്ടങ്ങളുണ്ട്, വൃദ്ധിക്ഷയങ്ങളുണ്ട്. കൽ ഉർജൂൻ ഈത്തപ്പനക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെ, പോലെ. അൽ ഖദീം പഴയ.
ഖദ്ദർനാഹു നാം നിശ്ചയിച്ചിരിക്കുന്നു. ഖദ്ദറ തഖ്ദീർ നേരത്തെ വന്നല്ലോ. ഖദ്ദർനാഹു നാം നിശ്ചയിച്ചിരിക്കുന്നു. ഹത്താ ആദ എങ്ങനെ അതായിത്തീരുന്നു. ആദ എന്നുള്ള വാക്കിനർത്ഥം മടങ്ങി എന്നാണ്. ഹത്താ ആദ അത് അങ്ങനെ ആയിത്തീരുന്നതായിത്തീരുന്നു. ലഹും അവർക്ക് മിൻഹു അതിൽ നിന്ന് ഫൈദ അതോടെ ഹും അവർ വാക്കുകളുടെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ശരി. അൽ ഖമർ വൽ ഖമർ എന്ന് പറഞ്ഞു. അൽ ഖമർ സൂറത്തുൽ ഖമർ എന്ന് പറഞ്ഞിട്ട് അധ്യായം തന്നെയുണ്ട്. സൂറത്ത് ശംസ് എന്ന അധ്യായം തന്നെയുണ്ട്. അൽ ഖമർ എന്ന വാക്ക് 27 തവണയാണ് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഖമർ എന്ന പദം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചന്ദ്രനെ വിശേഷിപ്പിക്കുന്നത്. പ്രകാശം നൽകുന്നത് എന്ന അർത്ഥത്തിൽ മുനീർ എന്ന പദം നൽകി ഖുർആൻ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. സ്വയം പ്രകാശിക്കുകയോ ഉള്ള പ്രകാശത്തെ കെടുത്തുകയോ ചെയ്യാനാകാത്ത ചന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും ഈ ഖുർആനിക വിശകലനം മുനീർ എന്ന പദം സൂചിപ്പിക്കുകയാണ്. അതേസമയം ഖുർആനിൽ ഒരിക്കൽ പോലും ചന്ദ്രനെ കുറിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞ സിറാജ് എന്ന് ഉപയോഗിച്ചിട്ടില്ല, വഹാജും എന്ന് ഉപയോഗിച്ചിട്ടില്ല, ദിയാ എന്ന പദങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു കത്തുന്നതാണ്, വിളക്കാണ്, ആളിക്കത്തുന്നതാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളൊന്നും തന്നെ ഈ ചന്ദ്രനെ ഉപയോഗിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. സൂര്യനെ കുറിക്കാൻ നൂറെന്നോ മുനീറെന്നോ പദം ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ വെളിച്ചം പ്രകാശം പരത്തുന്നത് എന്ന അർത്ഥത്തിലുള്ള മുനീർ എന്ന പദം ഇവിടെ സൂര്യനെ സംബന്ധിച്ചും ഉപയോഗിച്ചിട്ടില്ല എന്നതും അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്പൊ ചന്ദ്രവെളിച്ചത്തിനും സൂര്യപ്രകാശത്തിനുമിടയിലെ വ്യത്യാസം ഖുർആൻ കൃത്യമായി തന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളിലൂടെ തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ പ്രവാചകരെ നിന്നോടവർ ചന്ദ്രക്കലകളെ സംബന്ധിച്ച് ചോദിക്കുന്നു. അഹില്ലത്ത് എന്നാണ് പറയാ ചന്ദ്രക്കലക്ക്. മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുമുള്ള ഉപാധികളാകുന്നു അവ എന്നാണ് ഖുർആൻ അതിന് മറുപടി പറഞ്ഞത്. പ്രവാചകരെ ആളുകൾ വന്ന് ചന്ദ്രക്കലയുടെ കാര്യം ചോദിച്ചു, അല്ല ഹില്ലത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അവരോട് മറുപടി പറയാൻ വേണ്ടത് മനുഷ്യരുടെ പല ആവശ്യങ്ങൾക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് ഹജ്ജിന് പോകാനുള്ള സമയം കാണാനുള്ള കാലം നിർണയിക്കാനുള്ള ഒരു ഉപാധിയാകുന്നു എന്ന മനുഷ്യന്റെ നമ്മൾ റമളാൻ നോമ്പ്, അതേപോലെ മറ്റു സുന്നത്തായ നോമ്പുകൾ, അയ്യാമുൽ ബീദ്, ശവ്വാലിന്റെ നോമ്പ്, അറഫ നോമ്പ്, മുഹറം നോമ്പ്, ഇതൊക്കെ ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹജ്ജും ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് മാസം 8 തുടങ്ങി 13 അവസാനിക്കുന്നതാണ് ഹജ്ജിലെ കർമ്മങ്ങൾ. സക്കാത്തും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ സംശയമുണ്ടോ? സക്കാത്തും എവിടെ സക്കാത്തിന്റെ 5 ഉപാധികളിൽപ്പെട്ട ഒരു ഉപാധി ഹൗലാനുൽ ഹൗല് എന്ന വർഷം തികയുക എന്ന. ഏത് വർഷമാണ് തികയേണ്ടത്? ജനുവരി ഫെബ്രുവരി എന്ന് എണ്ണിയാണോ തികയ്ക്കേണ്ടതല്ല, മുഹറം സഫർ റബീഉൽ അവ്വൽ എന്നാണ് എണ്ണേണ്ടത്. അപ്പൊ അറബി മാസം കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ 2.5% ഒരു വർഷം കഴിയുമ്പോ സക്കാത്ത് വീണ്ടും കൊടുക്കേണ്ടത്. ഈ വർഷം കൊടുത്തതിന് സക്കാത്ത് നമ്മൾ വീണ്ടും കൊടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ 2.5% കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഈ അറബി മാസപ്രകാരം 2.5 ഒരു വർഷം കഴിയുമ്പോഴാണ് 2.5% കൊടുക്കേണ്ടതാണ്. ഒരാള് സൂര്യമാസം അതായത് നമ്മള് ജനുവരി ഫെബ്രുവരി എന്ന അടിസ്ഥാനത്തിലുള്ള മാസമാണ് ഒരാളെ കണക്കാക്കുന്നതെങ്കിൽ അയാൾ 2.5% കൊടുത്താൽ മതിയാവില്ല, അതിൽ കൂടുതലായി കൊടുക്കേണ്ടി വരും. കാരണം കൂടുതൽ ദിവസങ്ങൾ അതിനിടയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു മറ്റൊരു വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയല്ല. അപ്പൊ ഈ തരത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമല്ലാത്ത ആരാധനാകർമ്മങ്ങൾ ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചന്ദ്ര പിറവിയും ചന്ദ്രന്റെ സഞ്ചാരവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട വിഷയങ്ങളിലാണ് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. والقمر نورا وقدرناه منازل لتعلموا عدد السنين والحساب. സൂര്യനെ ഒരു പ്രകാശമാക്കിയവനാകുന്നു, ചന്ദ്രനെ അവനൊരു ശോഭയാക്കുകയും അതിന് ഘട്ടങ്ങൾ നിർണയിക്കുകയും മനാസില ചെയ്തിരിക്കുന്നു. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇവിടെ കാലനിർണയത്തിന് പ്രകൃതിയിലുള്ള ഏക സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രന്റെ പ്രതിക്ഷയങ്ങൾ മാത്ര. മനുഷ്യന് പ്രകൃതിയെ കാലം നിർണയിക്കാൻ ഉള്ള സംവിധാനം എന്ന് പറയുന്നത് സൂര്യനാണോ? അല്ല,
ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ നോക്കിയാണ് മാസം കണക്കാക്കുന്നത്. ആ മാസങ്ങൾക്കനുസരിച്ചാണ് പിന്നീട് അവൻ വർഷം കണക്കാക്കുന്നത് എന്നാണ്. ഇതിനെ സംബന്ധിച്ച് ഇബ്നു കസീർ വിശദീകരിച്ചത് ഐ ജഅൽനാഹു യസീറു സൈറൻ ആഖറ യസ്തദില്ലു ബിഹി അലാ മുദീഇ ശുഹൂർ. നേരത്തെ പറഞ്ഞില്ലേ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സൂര്യന്റെ സഞ്ചാരത്തിലൂടെ രാത്രിയും പകലുമൊക്കെ വരുന്നത് അവൻ തിരിച്ചറിയുന്നു. അവിടെ പ്രത്യേകമായ സമയങ്ങളിൽ ചെയ്യേണ്ടതായ ആരാധനാ കർമ്മങ്ങളിലൊക്കെ അവൻ ഏർപ്പെടുന്നു. ഇവിടെ മറ്റൊരു യാത്ര മനുഷ്യന് വേണ്ടി അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നു. അതാണ്, ആ ഒരു കാര്യമാണ് ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോ എടുത്തു പറയുന്നത് എന്നാണ്. കമാ അന്ന ശംസ യുഅറഫു ബിഹൽ ലൈലു വന്നഹാർ. സൂര്യന്റെ സഞ്ചാരം കൊണ്ട്, ആ സൂര്യന്റെ സഞ്ചാരം കൊണ്ട്, അതേ ഭൂമിയുടെ സഞ്ചാരം കൊണ്ടും രാത്രിയും പകലും മനുഷ്യനെ തിരിച്ചറിയാൻ സാധിച്ചതുപോലെ മാസങ്ങൾ കടന്നു പോകുന്നത് അവന് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചന്ദ്രന്റെ സഞ്ചാരം കൊണ്ടാണ്, ചന്ദ്രനുള്ളത് കൊണ്ടാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ചാന്ദ്രവർഷ ഗണന പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. കാലഗണനക്കുള്ള സംവിധാനങ്ങൾ പോലും പടച്ച റബ്ബ് നമുക്കിവിടെ സംവിധാനിച്ചു തന്നിരിക്കുകയാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ ഹിലാല, ഈ പുതിയ ചന്ദ്രനെ, ചന്ദ്രപ്പിറവി ന്യൂമൂൺ കാണുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്ന്, അല്ലാഹുമ്മ ഹില്ലി അലൈനാ ബിൽ അംനി വൽ ഈമാൻ, അല്ലാഹുവേ നിർഭയ അവസ്ഥയും വിശ്വാസവും എനിക്ക് കൊണ്ട് ആ വിശ്വാസവും പ്രദാനം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ചന്ദ്രപ്പിറവിയാകണേ ഈ പിറവി എന്ന്. അഥവാ ഈ മാസം പിറക്കുമ്പോ, അടുത്ത മാസത്തിലേക്ക് ഞാൻ കിടക്കുമ്പോ എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും പടച്ചവനെ പ്രദാനം നൽകണമേ. ഈമാൻ, അതേപോലെ വിശ്വാസവും പടച്ചവനെ നീ ഉറപ്പിക്കാൻ എന്നെ എനിക്ക് അതിനുള്ള സാധ്യതകൾ നൽകണമേ. വസ്സലാമത്തി വൽ ഇസ്ലാം, സമാധാനം നൽകണമേ, ശാന്തത നൽകണമേ, സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കണമേ. റബ്ബി വറബ്ബുക്കല്ലാഹ്, എന്റെ റബ്ബ് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ, നിന്റെ രക്ഷിതാവായ ഹിലാലിനെ നോക്കി പറയുന്നത് നിന്റെ രക്ഷിതാവും എന്റെ രക്ഷിതാവും അള്ളാഹു തന്നെയാണ്. ഹിലാൽ റുഷ്ദിൻ വഖൈർ, നന്മയുടെയും ഗുണത്തിന്റെയും ഒരു പിറവിയായി ഈ ഹിലാൽ ഉദിക്കട്ടെ എന്നിങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ, ചില ദിക്റുകൾ ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്ന് കാണുന്ന ചില സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിന് ചില വൃദ്ധിക്ഷയങ്ങൾ വെച്ചിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഒരു പഴയ ഈ ഈത്തപ്പനയുടെ ആ തണ്ട് പോലെ ആയിത്തീരുന്ന, ആ വളഞ്ഞ ഒരു തണ്ട് പോലെ ആയിത്തീരുന്ന ആ കാര്യം അവരെ അറബികൾക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ഈ ചന്ദ്രന്റെ ഈ രൂപവ്യത്യാസങ്ങളെ മനസ്സിലാക്കിയാണ് അവരവരുടെ യാത്രകൾ നടത്തിയിരുന്നത്, അവരുടെ മാസങ്ങൾ കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഒരു മാസത്തെ ഭ്രമണത്തിനുള്ളിൽ ചന്ദ്രന്റെ രൂപം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം ചന്ദ്രക്കലയായി ഉദിക്കും. ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമാണല്ലോ നമുക്ക് എന്നും കാണാൻ സാധിക്കുന്നത്. അതിന്റെ മറുഭാഗം നമുക്ക് കാണുന്നില്ല. ഏകദേശം 50-80% ചന്ദ്രന്റെ ഭാഗം നമ്മൾ കാണുന്നില്ല. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് എന്നും കാണാൻ സാധിക്കുന്നത്. അത് പ്രത്യേകമായ പിന്നെ ആ വിഷയത്തിൽ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ വിശദീകരിക്കുകയല്ല. ഒരു ദിവസം ചന്ദ്രൻ ഉദിക്കുന്നത് ചെറിയൊരു ചന്ദ്രക്കലയായിട്ടാണ്. പിന്നീട് അത് ദിനേന വലുതായി വരുന്നു. അങ്ങനെ 14-ാം രാവിൽ പൂർണ്ണ ചന്ദ്രനായിത്തീരുന്നു. അനന്തരം നിത്യേന ചെറുതായി വരികയും അവസാനം ആദ്യത്തെ മാസപ്പിറവിയുടെ ആകൃതിയിൽ തന്നെ മടങ്ങിയെത്തുകയും ചെയ്യുന്നു. ഈ ഭ്രമണക്രമം ലക്ഷക്കണക്കിന് വർഷങ്ങളായി കലുഷിതയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ ഭ്രമണം അത് കൃത്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രന്റെ നിശ്ചിത മണ്ഡലങ്ങളിൽ ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. ആ മനാസിലുകളിൽ, ആ മണ്ഡലങ്ങളിൽ ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ദിവസം ചന്ദ്രൻ എവിടെയാണ് ഉണ്ടാകുമെന്ന് മനുഷ്യന് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ചന്ദ്രൻ ഉദിച്ച് അസ്തമിച്ചു പോയോ, അതല്ല സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണോ ഇതിന്റെ ഉദയവും അസ്തമയവും ഒക്കെ നടക്കുന്നത് എന്നൊക്കെ മനുഷ്യനെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് മനുഷ്യന്റെ മുമ്പിൽ ഈ ചന്ദ്രപ്പിറവിയുമായൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇക്കാരണത്താൽ ഏത് ദിവസം
ദിവസം എവിടെയാണ് ചന്ദ്രൻ ഉദിക്കുന്നത് എന്നൊക്കെ കാണുവാനുള്ള സാധ്യതകൾ ഈ ചന്ദ്രന്റെ കൃത്യമായ ചലനങ്ങൾ ക്രമീകരിച്ചത് മുഖേന നമുക്കിവിടെ പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് അവസാനിപ്പിക്കുകയാണ്. മനാസിൽ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനിടയ്ക്ക് ഭൂമിക്കും സൂര്യനും ഇടയിലെത്തുമ്പോൾ ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശം ചന്ദ്രന്റെ മറുവശത്തായി പോകുന്നു. അതുകൊണ്ട് ഈ പ്രകാശം പ്രതിഫലിക്കുന്നത് ഭൂമിയിൽ കാണാൻ കഴിയാതെ പോകുന്നു. ഇതിനെയാണ് നമ്മൾ സാധാരണ അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രന് സംഭവിക്കുന്ന പ്രത്യേകമായ മറ്റൊരു മാറ്റമാണ് ഈ അമാവാസിയും അതേപോലെ പൗർണമിയും. ചന്ദ്രനെ തീരെ കാണാൻ സാധ്യമാകാത്ത ദിവസം അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കുന്ന ദിവസങ്ങളൊക്കെ ഇത് നമ്മുടെ ഈ ചന്ദ്രനെ സംബന്ധിച്ച ഖമറിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ചില വിഷയങ്ങളായി കൊണ്ടുവരികയാണ്. ചന്ദ്രൻ കാരണം 14.25 ദിവസത്തിലൊരിക്കൽ കറുത്ത വാവും വെളുത്ത വാവും മാറി മാറി ഉണ്ടാകുന്നു. അതായത് വെളുത്ത വാവ് കഴിഞ്ഞ് കഷ്ടിച്ച് 15 ദിവസമാകുമ്പോൾ കറുത്ത വാവും, അത് കഴിഞ്ഞ് 15 ദിവസമാകുമ്പോൾ വീണ്ടും വെളുത്ത വാവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ ഈ കറുത്ത വാവ് ദിവസങ്ങളൊക്കെ ദുശ്ശകുനമായി കാണുന്നവരുണ്ട്. ചന്ദ്രനിൽ പരേതാത്മാക്കൾ അധിവസിക്കുന്ന ഭാഗം ഭൂമിക്ക് നേരെ വരുന്ന ദിവസമാണ് കറുത്ത വാവ് എന്നാണ് പോലും സങ്കല്പം. അതുകൊണ്ട് തന്നെ ആ കറുത്ത വാവ് വരുന്ന ദിവസം ബലിയിടുന്നതും മറ്റും പിന്നെ ഒക്കെ തെറ്റാണ് പോലും. അതിന് ചില പിതൃകർമ്മങ്ങൾക്ക് ബലിയിടുന്നതിന് മാത്രമായിട്ട് അങ്ങനെ സങ്കല്പിച്ചു വരുന്ന പിന്നെ അങ്ങനെ കണക്ക് കൂട്ടി വരുന്ന ചില അവസ്ഥകളും ഒക്കെയുണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്ന ഈ അമാവാസിയും പൗർണമിയും ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോ ആ പൗർണമി ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സുന്നത്താക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വഇന്ന മിൻ ഹസ്ബിക അൻ തസൂമ മിൻ കുല്ലി ശഹ്റിൻ സലാസത അയ്യാമിൻ ഫഇന്ന ബികുല്ലി ഹസനത്തിൻ അശ്റ അംസാലിഹാ ഫദാലിക അദ്ദഹ്റു കുല്ലുഹു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരുപാട് കൂടുതലായി നോമ്പനുഷ്ഠിച്ചപ്പോ ആളായപ്പോ അദ്ദേഹത്തിന്റെ നോമ്പിനെ പ്രതിപാദിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, താങ്കൾക്ക് അബ്ദുല്ലാഹിബ്നു അംർ മാസത്തിൽ 3 ദിവസം നോമ്പ് നോൽക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളെ 13, 14 ദിവസങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞത് ആ 3 ദിവസം എന്ന് പറയുന്നത് ഓരോ ദിവസത്തിനും 10 ഇരട്ടി പ്രതിഫലമല്ലേ. അങ്ങനെ 3 ദിവസം എന്ന് പറയുമ്പോ 30 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെയാകുമ്പോ കാലം മുഴുവനും നോമ്പ് നോറ്റ, ജീവിതം മുഴുവനും നോമ്പ് നോറ്റ മാതിരിയാകാം നിനക്ക് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടൊക്കെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആയത്ത് ഇതിനോടനുബന്ധിച്ച് തന്നെയല്ലാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു ഈ ഇരുത്തവും പഠനവും ചിന്തയും ഒക്കെ തന്നെ സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ, പ്രപഞ്ചത്തിൽ നീ സൃഷ്ടിച്ചു വെച്ച സംവിധാനങ്ങൾ അവയെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തുമാത്രം വലിയ അനുഗ്രഹങ്ങളാണ്. വലിയ വലിയ ഗോളങ്ങളിലൂടെ, വലിയ വലിയ സംവിധാനങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് എന്ന അത്ഭുതകരമായ വിവരങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നിന്റെ മഹാത്മ്യം കൂടുതൽ ഉൾക്കൊള്ളാനും അത് എന്നുമെന്നും ഉയർത്തി പറയാനും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് നിന്റെ മഹാത്മ്യം പാടിപ്പുകഴ്ത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടുമാറാകണേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ കൊടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ അനുഗ്രഹം ചെയ്യുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ആയുരാരോഗ്യം നൽകുകയും മരിച്ചവർക്ക് അവരുടെ ബർസഹിയായ ജീവിതം നന്നാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകണേ. നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. കടങ്ങൾ കൊണ്ട് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന മറ്റാളുകൾക്ക് എല്ലാവർക്കും പടച്ചവനെ ജീവിതത്തിൽ എളുപ്പം നൽകുമാറാകണേ. പടച്ചവനെ ശാന്തമായ മഴ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണേ. സുന്ദരമായ കാലാവസ്ഥകൾ, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത വിധത്തിലുള്ള കാലാവസ്ഥകൾ ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹു